ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫാൻസി ലൈറ്റാണ്. ലാമ്പെന്ന് പറയാത്തിന് അത് എങ്ങനെ ഈസി ആയിട്ട് ഒരു വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ആരും കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു 40 സെൻറ്റിമീറ്ററിലെ ഒരു കാർഡ്ബോർഡ്, അതേപോലെ തന്നെ 30 സെൻറ്റിമീറ്റർ 40-30 സൈഡിലെ ഒരു കാർഡ്ബോർഡ്. അത് നമുക്ക് ഇതേപോലെ വെക്കാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതിനെ 4 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് 40 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 10 ആക്കി കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് 4 പീസാക്കി നമുക്ക് എടുക്കാൻ കഴിയും. അതിനായിട്ട് നമ്മൾ 40 സെൻറ്റിമീറ്റർ എടുത്തത്. ഇനി നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 4 സെൻറ്റിമീറ്റർ 4 സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് താഴോട്ടേക്ക് വരഞ്ഞു കൊടുക്കാം. അതായത് 4 റെക്റ്റാങ്കിളാക്കി നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ 2 വരഞ്ഞിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റും വരെയാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റും വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തു നിന്ന് നമുക്കൊരു 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. നമ്മളിതാ ഒരു പെന്ന് ഉപയോഗിച്ചിട്ട് 5 സെൻറ്റിമീറ്റർ 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളിതാ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ മാറ്റി വെക്കുക. ഇനി നമുക്കിതാ ഇതേപോലത്തെ ഒരു ചാർട്ട് പേപ്പർ എടുത്തതിന് ശേഷം ഒരു പെന്ന് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ചോ ഒരു മീഡിയം സൈസിലുള്ള സ്റ്റാർസ് വരച്ചെടുക്കുക. അതെന്തിനാന്ന് ഞാനിപ്പം പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർസ് വരക്കാം. ഇനി നമുക്കിതാ ഇതേപോലെ അത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതേപോലത്തെ ഒരു നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കാർഡ്ബോർഡിൽ നമുക്കിത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ പെന്നോ അല്ലെങ്കിൽ പെൻസിലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലൈൻ മാർക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതാ ഈ ഒരു പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. അവിടെ മാർക്ക് ചെയ്താൽ നമുക്ക് ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യാത്തത്. നമുക്ക് ഇതേപോലത്തെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ വരച്ചെടുത്ത സ്റ്റാർസ് എല്ലാം നമ്മൾ സൂക്ഷിച്ച് നല്ല ഷാർപ്പായിട്ട് നല്ല ശ്രദ്ധയോടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ എങ്ങനെയല്ല ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് നമുക്ക് മടക്കിയിട്ട് ഇതേപോലെ ഒരു ബോക്സ് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിക്കാൻ കഴിയും. അതിനായിട്ട് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ഏതുതരം പശ വേണ്ടിക്കും യൂസ് ചെയ്യാം. ഫെവിക്കോളോ പ്ലസ്റ്റിക്കോ ഏത് വേണ്ടിക്കും യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടും. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ എടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇതേപോലെ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ നമ്മളിതാ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഇവിടെ നമുക്കൊരു കാർബണിൻ്റെ പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളെ ലാമ്പ്. പിന്നെ നമ്മളിതാ ഒരു ഹോൾഡർ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്. അത് നമുക്ക് ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാൻ കഴിയും. അതിനുശേഷം നമ്മളെ ഈ സ്റ്റാറൊക്കെ നമുക്ക് ഒരു A4 ഷീറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അടിപൊളിയല്ല? എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോസുകളുമായി ഇനി അടുത്ത ആഴ്ച കാണാം. ബൈ.